സോ അപ്പൊ എല്ലാരും ടൈറ്റിൽ കണ്ടില്ലേ? ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ നസ്രിയ തിരിഞ്ഞു നോക്കി എന്നാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റില്. ഓക്കെ, ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി എന്നാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റില്. അപ്പൊ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. സോ അപ്പം എന്താണ് ഇപ്പം ഇച്ചിരി കൗതുകം ഉണർത്തുന്ന ഒരു പേരാണല്ലേ. ഇപ്പം ഒരു കോമഡി, ഇപ്പൊ പറഞ്ഞു റൊമാൻസ്, കോമഡി, സസ്പെൻസ്, ത്രില്ലർ മൂന്നും ഉള്ളൊരു ജേണർ ആണ്. സൂപ്പർ എക്സൈറ്റിംഗ് പ്രൊജക്ട് ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇതിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് ഡയറക്ടർ സാറിനെ തന്നെ വിളിക്കാം. ആരാണ് ഈ നസ്രിയ, എന്താണ് നമ്മുടെ ഈ ടൈറ്റിലിന്റെ ഒരു ഹൈലൈറ്റ്, എന്താണ് ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ പറയാൻ വേണ്ടി ഡയറക്ടർ സാർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത്. അത് പുതുവത്സരത്തിൽ ഇങ്ങനൊരു ടൈറ്റിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു സംവിധായകൻ്റെയും ഉള്ളിലുള്ള ആ എനിക്ക് എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും വളരെ 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 സന്തോഷം. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിൽ ക്ലാ ക്ലീക്ലിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ശങ്കറിൻ്റെ പണ്ടത്തെ ഇതിലെല്ലാം പുതുമുഖങ്ങൾ അഭിനയിക്കുന്നത്. അതാണ് പറയുന്നു, നമ്മുടെ ഈ സിനിമയിൽ എല്ലാം പുതിയ ആൾക്കാരാണ് പെർഫോം ചെയ്യുന്നത്. നമ്മുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ യുവതികളുടെ ഹരമായ നമ്മളെയൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കട്ടെ. എൻ്റെയൊക്കെ കാലത്ത് മറ്റുള്ള ആൾക്കാർ അസൂയോടുകൂടെ ശങ്കരേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും അത്രയും എന്താണ് അവരുടെ എല്ലാ ആൾക്കാരുടെയും കണ്ണിലുണ്ണിയായിട്ടുള്ള ശങ്കരേട്ടൻ ഇവിടെ ഈ ചടങ്ങിന് സംബന്ധിച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു ശങ്കരേട്ട. ഇത് നമ്മുടെ സോഹൻ സീനുലാൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. കല്യാണരാമൻ എന്ന സിനിമ മുതലുള്ള ബന്ധമാണ്, അതിപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നതിൽ സോഹനോടും നന്ദി പറയുന്നു. പിന്നെ നിസാർ മാമുക്കോയെ പിന്നെ നമ്മുടെ സ്വന്തം ആളാണ്. മാമുക്കയുടെ കൂടെ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്ത് പരിചയമുണ്ട്. അപ്പം അത് മകനിലൂടെ നമ്മൾ വേറൊരു തരത്തിൽ നമ്മൾ നിസാർ മാമുക്ക ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ വന്നതിൽ നന്ദി. പിന്നെ എല്ലാ മീഡിയ പാർട്ട്നേഴ്സിനും, എല്ലാ മീഡിയയുടെ എല്ലാവർക്കും, എസ്പെഷ്യലി നിയാസ്, ബാക്കിയുള്ള എല്ലാ ആൾക്കാരോടും നന്ദി പറയുന്നു. അത് ഞാൻ നന്ദി ലാസ്റ്റ് പറയേണ്ടതാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ അത് പ്രദർശിപ്പിക്കുകയാണ്. അപ്പം ക്ലാ ക്ലീ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ എത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. ക്ലാ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി ... അതിന് പകരം നസ്രിയ. അപ്പോൾ നസ്രിയെ ആദ്യം പരിചയപ്പെടുത്താം. ഒരു ദിവ്യ, ഇതാണ് നമ്മുടെ നസ്രിയ. ബാക്കി ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത് ടൈറ്റിൽ ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ ഈ കുട്ടിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. സെൽഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കും എന്താണെന്നുള്ളത്. ബാക്കി നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ പേര് ദിവ്യ തോമസ്. ആക്ച്വലി ഇത് ഫീമെയിൽ ആയിട്ടുള്ള മലയാളത്തിലെ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതിന് എനിക്ക് അവസരം തന്ന ഡയറക്ടർ സാറിനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഓക്കെ, താങ്ക് യു. ഇതിൽ ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ് അഭിനയിക്കുന്നത്, പറഞ്ഞല്ലോ. ബാക്കിയുള്ള ആൾക്കാരെയൊന്നും ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതൊരു റൊമാൻസ് കോമഡിയിലൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു പ്രത്യേക ട്രാക്കിലാണ് ഇത് സഞ്ചരിക്കുന്ന ഈ സിനിമ. തമാശയുണ്ട്, സസ്പെൻസ് ഉണ്ട്, അത്യാവശ്യം ത്രില്ലർ മൂമെൻസുകളുണ്ട്. 3 പാട്ടുകളുണ്ട് ഈ സിനിമയിൽ. പ്രശാന്ത് മോഹൻ MP എത്തിയോ? പ്രശാന്ത്, വിനീത് ശ്രീനിവാസൻ, വൈക്കം വിജയലക്ഷ്മി, സിതാര കൃഷ്ണകുമാർ, ഈ 3 പേരുമാണ് ഇതിൽ പാടുന്നത്. പിന്നെ ക്യാമറ DOP ഫൈസൽ വി ഖാലിദ്. അദ്ദേഹം ലേറ്റായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നിരവധി തമിഴ് സിനിമകളും മലയാള സിനിമയൊക്കെ ചെയ്ത് പ്രശസ്തനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ക്രൂകളും, ആർട്ട് എല്ലാ ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ വർക്ക് നടക്കണമെന്ന് അവർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഏറ്റവും 1-ാം തീയതി ഈ സാധനം ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രൊമോഷൻ കൂടി നടത്തുന്നു. എൻ്റെ ഒരുമ്പെട്ടവൻ എന്നുള്ള സിനിമ
3 റിലീസാണ്, ജനുവരി 3. അത് എല്ലാവരും അത് ഒറ്റ കെട്ടായി അതിനും വേണ്ട എല്ലാ പ്രൊമോഷനും എല്ലാ മീഡിയാസും തരണം. ഒരു പെട്ടവൻ എന്നുള്ളത് അത് കുറച്ചു നേരം കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് വേണ്ടത്. പണ്ട് പഠിച്ചില്ല എല്ലാ പാഠം. മാമുക്കായ കറക്റ്റായിരുന്നു മാമുക്കയാണ്. ഓക്കെ. അപ്പൊ എനിവേ എന്തായാലും സന്തോഷം. ഇവിടെ എല്ലാവർക്കും എത്തിച്ചേർന്നതിൽ എല്ലാവരോടും നന്ദിയുണ്ട്. താങ്ക് യു.